നമസ്കാരം, ഞാൻ ചന്ദ്രസേനൻ മിതർമല. ഇന്ന് ഈഫൽ ടവറാണ് നമ്മുടെ ലക്ഷ്യം. ഈഫൽ ടവർ ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇരുമ്പ് ലാറ്റിസ് ടവറാണ്, അഥവാ ട്രസ് ടവർ. 1887 മുതൽ 89 വരെയുള്ള 2 വർഷം കൊണ്ടാണ് ഗുസ്താവ് ഈഫലിൻ്റെ കമ്പനി ഇത് രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തത്. 1889 ലോകമേളയുടെ കവാടമായിട്ടാണ് ഈ ടവർ നിർമ്മിച്ചത്. ഫ്രഞ്ച് സർക്കാരിന് തുക മുഴുവൻ നൽകാൻ കഴിയാതെ വന്നപ്പോൾ ഗുസ്താവ് ഈഫൽ തൻ്റെ കൈവശമുള്ള പണം കൂടി ഉപയോഗിച്ചാണ് ഇത് പൂർത്തിയാക്കിയത്. പണിയോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ് ഇതിൻ്റെ കാരണം. 1 വർഷം കൊണ്ട് അദ്ദേഹത്തിന് മുടക്കിയ തുക തിരികെ ലഭിച്ചു എന്നതാണ് ഏറ്റവും അത്ഭുതകരം. അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ ടവറിന് നൽകിയിരിക്കുന്നത്. ഫ്ലൈറ്റിൽ കയറുന്നതിന് സമാനമായ സെക്യൂരിറ്റി പരിശോധനകൾക്ക് ശേഷമാണ് ടിക്കറ്റിന് വേണ്ടി ക്യൂവിൽ ഇടം പിടിക്കേണ്ടത്. കർശനമായ പരിശോധന അവിടെ ഉണ്ട്. ഈഫൽ ടവർ സന്ദർശിക്കുവാൻ ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും കാത്തു നിൽക്കണം. തിരക്കുള്ള ദിവസങ്ങളിൽ സമയദൈർഘ്യം കൂടിയേക്കും. നിശ്ചിതമെണ്ണം ആൾക്കാരെ മാത്രമേ ഒരേ സമയം മുകളിൽ പ്രവേശിപ്പിക്കാറുള്ളൂ. സുരക്ഷ കണക്കിലെടുത്താണ് ഇത്. ഞങ്ങളും 1 മണിക്കൂർ വരിയിൽ നിന്നു. ഈഫൽ ടവറിൻ്റെ നിർമ്മാണത്തിന് 2 വർഷവും 2 മാസവും 5 ദിവസവുമാണ് എടുത്തത്. ഏകദേശം 18,038 ഇരുമ്പ് ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഭാഗങ്ങളെ 2.5 ദശലക്ഷത്തിലധികം റിവറ്റുകൾ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇതിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചത് മോറിസ് കോച്ച്ലിൻ, എമിൽ നൗഗിയർ എന്നീ എഞ്ചിനീയർമാരും ആർക്കിടെക്റ്റ് സ്റ്റീഫൻ സോവെ സ്ട്രെയുമാണ്. കാറ്റിൽ നേരിയ തോതിൽ ആടാൻ ശേഷിയുള്ള രീതിയിലാണ് ഇതിൻ്റെ ഘടന രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് വലിയൊരു അത്ഭുതമാണ്. ഈഫൽ ടവറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഉരുക്കല്ല, പഡിൽഡ് അയൺ എന്ന ലോഹമാണ്. 19-ാം നൂറ്റാണ്ടിൽ ഉരുക്കിന് പകരമായി ഉപയോഗിച്ചിരുന്ന ഒരു തരം ഇരുമ്പാണ് ഇത്. ഇതിന് ചില പ്രത്യേകതകളുണ്ട്. പഡിൽഡ് അയണിന് നല്ല ശക്തിയും ഈടുനിൽപ്പും ഉണ്ട്. അതുകൊണ്ടാണ് ഈഫൽ ടവർ ഇത്രയും കാലം കേടുകൂടാതെ നിലനിൽക്കുന്നത്. ഈഫൽ ടവർ പഡിൽഡ് അയണിൻ്റെ ഒരു മികച്ച ഉദാഹരണമായി നിലകൊള്ളുകയും ചെയ്യുന്നു. പഡിൽഡ് അയണിന് തുരുമ്പിനെ പ്രതിരോധിക്കുവാനുള്ള കഴിവ് താരതമ്യേന കുറവാണ്. അതുകൊണ്ടാണ് ഈഫൽ ടവറിന് പതിവായി പെയിൻറ് ചെയ്യുന്നത്. തുടക്കത്തിൽ ഇതിനെ ഒരു താൽക്കാലിക നിർമ്മിതിയായി കണക്കാക്കിയിരുന്നു എങ്കിലും പിന്നീട് ഇത് പാരീസിൻ്റെ ഒരു പ്രധാന ചിഹ്നമായി മാറുകയായിരുന്നു. പാരീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഈഫൽ ടവർ തന്നെയാണ്. മുകളിലുള്ള ആൻറ്റിന ഉൾപ്പെടെ ഇതിൻ്റെ ഉയരം 330 മീറ്റർ, അതായത് 1083 അടിയാണ്. 1889 ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത സ്ട്രക്ചർ ആയിരുന്നു. 1929 ന്യൂയോർക്കിലെ ക്രിസ്ലർ ബിൽഡിംഗ് ഇതിനെ മറികടന്നു. കാലാവസ്ഥ അനുസരിച്ച് ഇതിൻ്റെ ഉയരത്തിൽ വ്യത്യാസം വരാറുണ്ട്. ചൂടുള്ള മാസങ്ങളിൽ ഇരുമ്പ് വികസിക്കുന്നതിനാൽ ഏകദേശം 7 ഇഞ്ച് വരെ ഉയരം കൂടും. നമ്മുടെ റെയിലുകൾ ഗ്യാപ്പിട്ട് വയ്ക്കുന്നതും അതിനാണല്ലോ. ഈ ടവറിൽ പ്രധാനമായും 3 നിലകളാണ് സന്ദർശകർക്കായി തുറന്നിരിക്കുന്നത്. 1-ാം നില 57 മീറ്റർ ഉയരത്തിലാണ്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ്, ഒരു കാഫേ, ഒരു സുവനീർ ഷോപ്പ് എന്നിവയുണ്ട്. 2-ാം നില അത് 115 മീറ്റർ ഉയരെയാണ്. ഇവിടെ നിന്നും നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാം. റെസ്റ്റോറൻറ്റുകളും ഇവിടെയുണ്ട്. 3-ാം നില 276 മീറ്റർ ഉയരത്തിലാണ്. ഇതാണ് ഏറ്റവും മുകളിലത്തെ നില. ഇവിടെ നിന്നും പാരീസിൻ്റെ അതിമനോഹരമായ 360 ഡിഗ്രി കാഴ്ച ആസ്വദിക്കാം. ഓരോ നിലയിലും വിവിധ ഇടങ്ങളിൽ കോയിൻ ഓപ്പറേറ്റഡ് വ്യൂവിംഗ് ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ നഗരത്തിൻ്റെ ദൃശ്യങ്ങൾ വളരെ അടുത്ത് കാണുവാൻ കഴിയും. മനോഹരമായ നഗര കാഴ്ചകൾ കണ്ടുകൊണ്ട് 1-ാം നിലയിലെ സുതാര്യമായ തറയിലൂടെയുള്ള നടത്ത വളരെ രസകരമാണ്. 2-ാം നിലയിലെ ലേ ജൂൾസ് വേൺ എന്ന മിഷേലിൻ റെസ്റ്റോറൻറ്റിൻ്റെ സ്റ്റാർ റെസ്റ്റോറൻ്റാണ്. രുചികരമായ ഭക്ഷണം നമുക്ക് ലഭ്യമാണ്. വില ഒരല്പം കൂടുതലാണെങ്കിലും സപ്താത്ഭുതങ്ങളിൽ ഒന്നിൽ കയറി നിന്നുകൊണ്ടുള്ള ഭക്ഷണം എന്ന നിലയിൽ അതൊരു അനുഭവം തന്നെയാണ്.
മൂന്നാം നിലയിലാണ് ഗുസ്താവ് ഈഫലിൻ്റെ ഓഫീസ് പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ മാതൃക അതേ രൂപത്തിൽ അവിടെ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. ഈഫൽ ടവറിനെ ഇരുമ്പിൻ മകള എന്ന് ഫ്രഞ്ചുകാർ സ്നേഹത്തോടെ വിളിക്കുന്നു. തുടക്കത്തിൽ ഇതിനെതിരെ ധാരാളം വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പല കലാകാരന്മാരും ബുദ്ധിജീവികളും ഇതിനെ ഒരു ഇരുമ്പ് രാക്ഷസി എന്നുവരെ വിശേഷിപ്പിച്ചിരുന്നു. കാരണം സ്റ്റീലും ഗ്ലാസും ഫ്രാൻസുകാർ ഒരിക്കലും ഇഷ്ടപ്പെടുന്നവയല്ല. എന്നിട്ടും എതിർപ്പുകളെ അതിജീവിച്ച ഈ ഇരുമ്പ് സൗധം ലോകാത്ഭുതമായി. ഇതൊരു പ്രധാന റേഡിയോ പ്രക്ഷേപണ കേന്ദ്രം കൂടിയാണ്. നമുക്കറിയാം, ഈ ടവർ കാണുമ്പോൾ തന്നെ നമുക്ക് ദൂരദർശനും റേഡിയോയൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ അത്ഭുതകരമായ ടവർ സന്ദർശിക്കുന്നു. പാരീസിൽ പോകുമ്പോൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരിടം കൂടിയാണ് ഇത്. തുറന്ന അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പക്ഷികളുടെ കാഷ്ടം, പൊടി, മറ്റഴുക്കുകൾ എന്നിവ ടവറിൽ ഉണ്ടാകും. ഇവ നീക്കം ചെയ്യുക എന്നത് പ്രധാനമാണ്. ഇതിനായി ഉയർന്ന പ്രഷർ വാട്ടർ ജെറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ക്ലീനിങ്ങിനോടൊപ്പം തന്നെ ടവറിൻ്റെ ഘടനയുടെ വാർഷിക അറ്റകുറ്റപ്പണികളും നടക്കാറുണ്ട്. അയഞ്ഞ ബോൾട്ടുകൾ ഉറപ്പിക്കുക, തുരുമ്പെടുത്ത ഭാഗങ്ങൾ മാറ്റുക തുടങ്ങിയ ജോലികളും ഇതിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ടാണ് ഇത് വീണ്ടും ശക്തമായി നിൽക്കുന്നത്. ഈഫൽ ടവറിൻ്റെ ക്ലീനിങ് ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. ടവറിൻ്റെ ഭംഗിയും ഉറപ്പും നിലനിർത്താൻ ഇത് അത്യന്താപേക്ഷിതമാണ്. ഇതൊരു സെക്യൂരിറ്റി പ്രശ്നം കൂടിയാണല്ലോ. പെയിൻറ്റ് ചെയ്യുന്നതിന് മുൻപ് ടവർ നന്നായി വൃത്തിയാക്കേണ്ടതുണ്ട്. കാലക്രമേണ ഇതിന് പലതരം നിറങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈഫൽ ടവർ ബ്രൗൺ ആണ് ഔദ്യോഗിക നിറം. ഇതിനായി പ്രത്യേകതരം പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. സ്പ്രേ പെയിൻറ്റിംഗ് ഒന്നും ഇവിടെ ഉപയോഗിക്കില്ല കേട്ടോ. മാനുവലായിട്ടുള്ള പെയിൻറ്റിങ് ചെയ്യും. താഴെ കടും നിറവും മുകളിലേക്ക് പോകുന്തോറും ഇളം നിറവുമാണ് നൽകുന്നത്. ഇത് ടവറിന് ഒരേ നിറത്തിലുള്ള പ്രതീതി നൽകുന്നു. ഇതൊരു പെയിൻറ്റിംഗ് ടെക്നിക്കാണ്. ഈഫൽ ടവർ മുഴുവനായി പെയിൻറ്റ് ചെയ്യാൻ ഏകദേശം 15 മുതൽ 18 മാസങ്ങൾ വരെ എടുക്കും. അതും 25ഓളം പെയിൻറ്റർമാർ ദിവസവും 8 മണിക്കൂർ ജോലി ചെയ്താൽ. ഏകദേശം 60 ടൺ പെയിൻറ്റ് ഇതിനായി ഉപയോഗിക്കുന്നു എന്നാണ് കണക്ക്. രാത്രികാലങ്ങളിൽ ഈഫൽ ടവർ വൈദ്യുതാലങ്കാരങ്ങൾ കൊണ്ട് വർണ്ണാഭമാകും. ഇതിനുവേണ്ടി നാം പോയി കാത്തു നിൽക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ സംഘം അവിടെ എത്തുമ്പോൾ നിരവധി സഞ്ചാരികൾ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. സൂര്യാസ്തമയത്തിന് ശേഷമാണ് നമുക്ക് ഇത് കാണുവാൻ സാധിക്കുക. ഏപ്രിൽ മാസത്തിലാണ് ഞങ്ങൾ അവിടെ സന്ദർശിക്കുവാൻ പോയത്. അന്ന് അവിടുത്തെ സൂര്യാസ്തമയം 8:50 രാത്രി 8:50. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, 8:40 വരെ കത്തിജ്വലിക്കുന്ന സൂര്യനെ കാണാം. 8:55 സൂര്യൻ അസ്തമിച്ചതോടുകൂടി ലൈറ്റുകൾ ഓരോന്നായി തെളിഞ്ഞു തുടങ്ങി. 9 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആകുമ്പോൾ വർണ്ണവിധാനങ്ങളോടുകൂടി ആകർഷകമായ രീതിയിൽ ലൈറ്റ് പ്രകാശിക്കും. ഇതായിരുന്നു ഞങ്ങളുടെ മനസ്സിലെ സങ്കല്പം. യൂറോപ്പിൽ, അതും ഫാഷൻ നഗരമായ പാരീസിൽ ഒരു ലൈറ്റ് ഷോ എന്ന് പറയുന്നത് വളരെ മനോഹരമായിരിക്കും എന്ന് കരുതിയെങ്കിലും അത്ര വലിയ ഒരു കെട്ടും മട്ടും ആ ലൈറ്റിങ്ങിൽ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു എന്നു തന്നെ പറയാം. ഇതാണ്, ഒന്നിലും നമ്മൾ വലിയൊരു പ്രതീക്ഷ വയ്ക്കാൻ പാടില്ല. പിന്നെ ഈഫൽ ടവർ വൈദ്യുതാലങ്കാരങ്ങൾ കൊണ്ട് നിറയുമ്പോൾ നാം അറിയാതെ നമ്മുടെ മനവും നിറയുന്നു. ആകർഷകമായ ഒരു ലൈറ്റ് ഷോ അതിമനോഹരമായി സംഘടിപ്പിക്കുവാൻ കഴിയുന്ന സവിശേഷ സാഹചര്യം അവിടെ ഉണ്ട്. എന്തുകൊണ്ടെന്നറിയില്ല, അത് ഫലപ്രദമായി വിനിയോഗിച്ചതായി തോന്നുന്നില്ല. അതിൻ്റെ ആവശ്യമില്ലെന്ന് കണ്ടിട്ടായിരിക്കാം. സാഗരം വെറുതെ ഒന്നിളകിയാലും അതൊരു ചന്തമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈഫൽ ടവറിലെ വെറും ലൈറ്റും മനോഹരം തന്നെ. 10:05-നും 11:05-നും 12:05-നും ഈ ലൈറ്റ് ഷോ അരങ്ങേറും. ഇതിന് പ്രത്യേക ടിക്കറ്റ് ആവശ്യമില്ല. ഏതെങ്കിലും ഒരു വ്യൂ പോയിന്റിൽ നിന്നും നമുക്കിത് കാണുവാൻ ആകും. എവിടെ നിന്നാലും ഇത് കാണുവാൻ കഴിയുന്ന രീതിയിലാണ് സജ്ജീകരിക്കുന്നത്. ഏതായാലും പാരീസിൻ്റെ ഐക്കൺ എന്ന് പറയാൻ, അല്ലെങ്കിൽ ഫ്രാൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഈഫൽ ടവർ തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ്. അത് ഒരു അത്ഭുതം തന്നെയാണ് എന്നൊരു യാതൊരു തർക്കവുമില്ല. ഇത്രയും കാലം കേടുകൂടാതെ അത് നിൽക്കുന്നു. ലക്ഷോപലക്ഷം ആളുകളെ അത് താങ്ങുന്നു. അത് ഇന്നും
നമ്മുടെ മനസ്സിലൊരു ഗോപുരമായി ഉയർന്നു നിൽക്കും. നന്ദി, നമസ്കാരം. ഞാൻ ചന്ദ്രസേനൻ മിതർമല.